കേരളത്തിൽ ബി.ജെ.പി. സി.പി.എം. അന്തർധാര കൂടുതൽ ശക്തമാവുകയാണ്. കോൺഗ്രസിനെ തകർക്കുക, യു.ഡി.എഫിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ബി.ജെ.പിയുമായി ചങ്ങാത്തം സ്ഥാപിക്കാനാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ സി.പി.എം. നേതൃത്വവും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗം പരിശോധിച്ചാൽ അത് കൂടുതൽ വ്യക്തമാകുന്നതാണ്. എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ എൽ.ഡി.എഫിന്റെ കൺവീനറാണോ അതോ എൻ.ഡി.എയുടെ കൺവീനറാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇ.പി. ജയരാജൻ ഒരു വ്യക്തിയായിട്ടല്ല നമുക്ക് കാണേണ്ടത്, എൽ.ഡി.എഫിന്റെ കൺവീനറാണ്. അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചത് കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എൽ.ഡി.എഫും ബി.ജെ.പിയും തമ്മിലുള്ള മത്സരമാണെന്നാണ്. കോൺഗ്രസിനെ തകർക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. യു.ഡി.എഫിനെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രസ്താവന കേരളത്തിലെ 4 ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്നാണ്. ആ മികച്ച സ്ഥാനാർത്ഥികളുടെ പേരും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം, തൃശൂർ, ആറ്റിങ്ങൽ, കോഴിക്കോട് എന്നീ 4 പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി എൽ.ഡി.എഫ് കൺവീനറുടെ ഈ പ്രസ്താവനകളെ ഒന്നും തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞത് അത് ഇ.പി. ജയരാജൻ മറുപടി പറയുമെന്നാണ്. തന്നെയുമല്ല, തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ നിരാമയ എന്ന് പറയുന്ന കമ്പനിയാണ് ഇ.പി. ജയരാജന്റെ വൈദേഹം എന്ന റിസോർട്ട് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തമുള്ള വൈദേഹത്തിൽ നടത്തിപ്പുകാരായി രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയ വരുന്നത് എങ്ങനെ? ആ വ്യാവസായികമായ ബന്ധം രാഷ്ട്രീയ ബന്ധത്തിന്റെ ആരംഭവും അല്ലെങ്കിൽ തുടക്കവുമിട്ടു എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എൽ.ഡി.എഫ് കൺവീനർ ബി.ജെ.പിയെ മഹത്വവൽക്കരിക്കാനും ഇല്ലാത്ത അംഗീകാരം അവർക്ക് കൽപ്പിച്ചു നൽകാനും തയ്യാറായിട്ടുള്ളത്. തന്നെയുമല്ല, കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഓരോ സംഭവങ്ങൾ പരിശോധിച്ചാലും ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാവുകയാണ്. ലാവ്ലിൻ കേസ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ 7ാം പ്രതിയായിട്ടുള്ള ലാവ്ലിൻ കേസിന്റെ വിചാരണ സുപ്രീം കോടതി 38 തവണയാണ് മാറ്റിവെച്ചത്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 3 വർഷം ജയിലിൽ കിടന്നിട്ടും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ളവരെയോ ഒരു നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്താൻ പോലും കേന്ദ്ര ഏജൻസികൾ തയ്യാറായില്ല. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിന്റെ പേരിലുള്ള കുഴൽപ്പണ കേസ് അത് ആവിയായിപ്പോയി. അപ്പൊ ഇതെല്ലാം പരസ്പര ബന്ധത്തിന്റെ സൂചനകളായിട്ട് നമ്മൾ കാണാൻ കഴിയും.